ഈ യോഗത്തിന്റെ അധ്യക്ഷൻ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന കേരള ഗവർണർ വേദിയിൽ സന്നിധരായി എന്നെപ്പറ്റി എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നതായ നിങ്ങൾക്ക് ഇവിടെ സന്നിധരായിരിക്കുന്ന ഏവരുമേ ഉറങ്ങുന്നവരും ഉണർന്നവരും ഏവർക്കും എൻ്റെ ആത്മ. ഇന്ന് രാവിലെ എൻ്റെ അടുക്കൽ ഒരാൾ വന്ന് പത്രം കൊണ്ടുവരണം. എനിക്കറിയാം എൻ്റെ പണമാണ് രോഗപാതമുണ്ട്. എന്നാൽ ഞാൻ അപ്പുറത്ത് കണ്ടത് കേരള ഗവർണറുടെ പണമാണ്. അന്നേരം ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പോൾ ഗവർണറായിട്ട് അപ്പോയിന്റ് ഇന്ന് ഈ മീറ്റിംഗിന് സംബന്ധിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏപ്രിലിൽ ജനിച്ച ഒരാളിന്റെ പദമാണ് ആ ഉള്ളത്. അതിനകത്ത് വായിച്ചിട്ടുണ്ട് ഏപ്രിൽ ജനിക്കുന്നവർ ഒന്നിൽ അത് മിടുക്കന്മാരാണ്, അത് അല്ലെങ്കിൽ അത് മോശക്കാരാണ്. അല്ലാതെ ഈ സാധാരണക്കാരൻ ഏപ്രിൽ. അപ്പോൾ ആ രണ്ട് കൂട്ടുകാരും ചേർത്തുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് അതാണ് എൻ്റെ ഉപദേശമാണ്. മനുഷ്യനെ സ്വീകരിക്കും. Man should learn to save others. എനിക്ക് ഞാൻ വലിയ കഴിവുകൾ ഒന്നുമുള്ള ആളല്ല. അതെനിക്ക് അറിയാവുന്ന ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ജനങ്ങൾ ഞാൻ വലിയവരാൻ പറഞ്ഞത്. അതുകൊണ്ട് കുഴപ്പമൊന്നും വരാൻ പോയില്ല. എന്നാൽ വലിപ്പം ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എല്ലാവരും വലിയവരാണ്. അല്ലെ? ഇപ്പോൾ നമ്മുടെ അരികൽ എല്ലാ ദിവസവും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ പറയുക, എന്നെ ഒരു ഞെക്കാവുന്ന നിങ്ങൾ ആ മെഷീൻ ഞെക്കാവുന്ന അടുത്ത 5 വർഷം എന്താ വരാൻ പോകുന്നത് അവർക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എനിക്ക് പറയാനുള്ള സമയം ഒന്ന്, I am so grateful to the governor for finding time to preside and to inaugurate this meeting. It's a great honor for a man of 98 to have the governor of the state presiding over his 99th birthday. And sir, I thank you very much for what you have done for me. നമ്മുടെ മെത്രാപ്പോലീത്ത തിരുമേനി ആണ് ഈ മീറ്റിംഗിന്റെ ക്രമീകരണങ്ങൾ. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതിന്റെ നടത്തിപ്പ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ഈ അച്ഛന്മാരും മെത്രാച്ചന്മാരുടെയും ഗുണം ഉഴപ്പാൻ അവരെ പോലെ സമർച്ചയാണ്. ഇത് ദൈവത്തിൻ്റെയും കയ്യിലാണ്. അല്ല, ദൈവം ഭൂലോകത്തെ സൃഷ്ടിച്ചിട്ട് അവിടെ ആരും പുരുഷനെ സൃഷ്ടിക്കും, സ്ത്രീയെ സൃഷ്ടിക്കും. ഒന്നേ ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്ന കാര്യം മറന്നു, അല്ലെങ്കിൽ മനഃപൂർവം വിട്ടു. ഇപ്പൊ എല്ലാരും പറയുന്നത് സ്ത്രീയെ തലകൊട്ടണം.
അതായത് സൃഷ്ടി പരസ്പരം ബന്ധപ്പെട്ട് എന്തിനെങ്കിലും ഒരു കേട് പറ്റിയാൽ അത് സൃഷ്ടിക്കുണ്ടാകും. നമ്മുടെ മധ്യത്തിൽ മനുഷ്യത്വം തകർന്ന ആളുകളുണ്ടെങ്കിൽ അത് നമ്മുടെ മനുഷ്യത്വം തകർന്നതുകൊണ്ടാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ 4ാം ക്ലാസ് വരെ പഠിക്കുകയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സാറ് 8 കാര്യങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു. ശുദ്ധജലം, ശുദ്ധവായു, പാർപ്പിടം, ഭക്ഷണം, ആരോഗ്യം, പിന്നെ അപ്പോ ഇത് പിന്നെ ഞാൻ മുഴുവൻ വിചാരിച്ചാൽ ഓർക്കാം. പക്ഷെ ഓർക്കാത്തതിന്റെ കാര്യം അന്നേരം എൻ്റെ ഓർമ്മ മോശമാണെന്നും എനിക്ക് 98 വയസ്സുണ്ടെന്നുള്ളത് നിങ്ങൾ വിവരിക്കുക. ഇത് എല്ലാ മനുഷ്യർക്കും ലഭിക്കും. ഇപ്പോൾ 2 കാര്യങ്ങൾ. ഇപ്പോൾ എല്ലാം ഇപ്പൊ ആരാരെ കണ്ടാലും കെട്ടിപ്പിടുത്തും. അതും പ്രത്യേകിച്ച് പണ്ട് വീട്ടിൽ കേൾക്കാൻ ഞാൻ കണ്ടാൽ ഓളം കെട്ടിപ്പിടുത്തും. എല്ലാം ഒറ്റ ഞെക്കവന്റെ ഒരു ഞെക്കലാവശ്യം. എന്റെ ആവശ്യത്തിന് അവനെ ഉപയോഗിച്ച ഞാൻ അവന്റെ ആവശ്യത്തിനെല്ലാം ഉപയോഗിക്കുന്നു. സാധാരണക്കാരൻ എന്നൊരു മനുഷ്യ ദൈവം എന്നാൽ എല്ലാ സാധാരണക്കാർക്കും അസാധാരണക്കാരാണ്. ആ അസാധാരണത്വം കണ്ടുപിടിച്ചിട്ട് അത് വളർത്തുവാൻ ശ്രമിച്ച് അവരെ അസാധാരണക്കാരെ ആക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവസൃഷ്ടിയായ മനുഷ്യൻ. അങ്ങനെ ദൈവ കണ്ടുപിടിക്കപ്പെട്ട ഒരാളാണ്. ഞാനൊരു സാധാരണക്കാരനായ ആളാണ്. എൻ്റെ കൂടെ മാരാമലിനെ മിഡിൽ സ്കൂളിൽ പഠിച്ച 2 പേരുടെ പേരുണ്ട്. ഒന്ന് ഇപ്പോൾ മാർത്തോമാ സഭയെ വളരെ ശക്തമായി ഭരിക്കുന്ന മെത്രാപ്പോലീത്തായ അമ്മ, ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ ഈ ആറന്മുള പൊന്നം. ഞാനീ പറഞ്ഞത് എൻ്റെ കൂടെ മഹാന്മാർ പഠിച്ചിട്ടുണ്ട്. അവരെ പഠിച്ചതെല്ലാം ഞാനും കേട്ടത്. പക്ഷെ ഞാൻ കേട്ടിട്ട് ഇറങ്ങി പോകും. ഞാൻ മാരാമണ്ണം പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച 10 കുട്ടിക്ക് പ്രാന്തി. എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടല്ല, അയാൾക്ക് എന്താ ഞാൻ ഏറെ കാണാൻ. അപ്പൊ അയാൾ എന്നെ കാണുന്ന ഉടനെ പറഞ്ഞു, എടാ നിന്റെ തോക്കൽ എനിക്കും പിടിച്ചോ. ഞാൻ എൻ്റെ വീട്ടിൽ വന്നത്. അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞിടാമെന്ന് നോക്കെടുത്ത് പോകാം. എല്ലാം പറഞ്ഞത് സത്യമാണ്. ഞാനിത് പറഞ്ഞത് ഇതുവരെ പറഞ്ഞവരെല്ലാം സത്യം പറഞ്ഞിരുന്നു. എന്നാൽ ഞാനെങ്കിലും സത്യം പറഞ്ഞില്ല. എന്നാൽ എനിക്ക് ദൈവം ഇത്രയും മനുഷ്യനെ സ്നേഹിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഒരു ജീവനമായി വായിക്കാം. യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ എന്തും പറഞ്ഞു. എൻ്റെ ഇടതുവശത്തിരിക്കുന്ന ബിഷപ്പ്
ഞാൻ ചെങ്ങന്നൂർ ബിഷപ്പായി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അത്രയും നീളമുള്ള ഒരു വലിയ മാലയുമായി വന്ന് ഞാൻ രാത്രിയിലാണ് വന്നത്. നേരം വെളുത്ത് അണി കാണുന്നത് വളരെയധികം മറ്റുള്ളവരെ സ്നേഹിക്കുകയും എൻകറേജ് ചെയ്യുകയും ലോകത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് ചെയ്യുന്നതാണ് നമ്മുടെ മനസ്സ്. അത് ഞാൻ എന്തായി എന്നുള്ളത് മറ്റുള്ളവരെ എന്താക്കി എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ഗവർണറുടെ വ്യക്തത ഞാൻ ഐ വിഷ് യു ഓൾ ബ്ലെസ്സിംഗ്സ് and you be by your side. And I also pray God bless you, God bless us truly. നിങ്ങളെല്ലാവരും